പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, ദനഹ കാലഘട്ടമാണ് ഈ ഒരു കാലഘട്ടം. നമുക്കറിയാം, ദനഹ എന്ന വാക്കിൻ്റെ അർത്ഥം വെളിപ്പെടുത്തുക, പ്രത്യക്ഷപ്പെടുക എന്നൊക്കെയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ സ്നാപക യോഹന്നാൻ്റെ ജനനത്തെക്കുറിച്ചും അവൻ്റെ ദൈവം നൽകിയ ലക്ഷ്യത്തെക്കുറിച്ചുമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഈശോയെ വെളിപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് വ്യക്തികളെ ബൈബിളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. പിതാവായ ദൈവം വെളിപ്പെടുത്തുന്നുണ്ട്. ഈശോയുടെ മാമോദീസായുടെ സമയത്ത്, ജ്ഞാനസ്നാന സമയത്ത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറഞ്ഞുകൊണ്ട് വെളിപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം പരിശുദ്ധ കന്യാമറിയം വെളിപ്പെടുത്തുന്നുണ്ട്, ശിഷ്യന്മാർ വെളിപ്പെടുത്തുന്നുണ്ട്, സ്നാപക യോഹന്നാനും വെളിപ്പെടുത്തുന്നതായിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ സ്നാപക യോഹന്നാൻ്റെ വെളിപ്പെടുത്തൽ മാത്രമല്ല, അവനെ ദൈവം വരമേൽപ്പിച്ചിരിക്കുന്ന വലിയൊരു ഉത്തരവാദിത്തമാണ്. അവന് രക്ഷകന്, ദൈവത്തിന് വഴിയൊരുക്കുക എന്ന ഒരു ഉത്തരവാദിത്വം. ആ ഒരു ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാനായിട്ട്, ആ ഉത്തരവാദിത്വം ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ചെയ്യുവാനായിട്ട് ദൈവം ഒരുക്കുന്ന ചില വഴികൾ, അതിലൂടെ നമുക്ക് ഒന്ന് കണ്ണോടിച്ച് നോക്കാം, ഒന്ന് ചിന്തിക്കാനും കൂടിയായിട്ട് പരിശ്രമിക്കാം. പ്രിയമുള്ളവരെ, ഈ ദനഹ തിരുനാൾ വേറൊരു കാര്യം കൂടി നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുവിശേഷങ്ങളുടെ പോകുമ്പോൾ പലരും വെളിപ്പെടുത്തി, ഇന്ന് ദനഹ തിരുനാൾ അല്ലെങ്കിൽ ദനഹ കാലഘട്ടത്തിൽ സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇന്നു മുതൽ ഞാനും നിങ്ങളുമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തേണ്ടത് എന്ന ഒരു കാര്യം കൂടിയും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെ നമുക്ക് ഈ ഭാഗം ഒന്ന് ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്യാം. സ്നാപക യോഹന്നാനെ ഒരുക്കുന്ന ചില കാര്യങ്ങൾ ഇതാണ്. നമുക്ക് വചനങ്ങളിലൂടെ പോകുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കളായ സക്രിയായും എലിസബത്തും അവരുടെ വിവാഹം കഴിഞ്ഞ് ഏകദേശം 2-3 വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ഒരു പ്രാർത്ഥന. വിവാഹം കഴിഞ്ഞ് മക്കളില്ലാതെ വരുമ്പോൾ തുടങ്ങിയ പ്രാർത്ഥനയാണ് മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അന്ന് കാലഘട്ടത്തിലും ഇന്നും നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ശാപമായിട്ടൊക്കെ കരുതുന്നുണ്ട്. അന്ന് കാലഘട്ടത്തിൽ അതെ ദൈവത്തിൻ്റെ വലിയ ശാപമായിട്ടാണ് മക്കളില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ശാപമായിട്ടാണ് കണക്കാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് വേദനകളുണ്ടായിരുന്നു. ഈ ശാപത്തിൽ നിന്നും എങ്ങനെയെങ്കിലും കരകയറണം എന്ന ഒരു പ്രാർത്ഥനയൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2-3 വർഷം കഴിഞ്ഞപ്പോൾ, വിവാഹം കഴിഞ്ഞ് തുടങ്ങിയപ്പോൾ പ്രാർത്ഥനയാണ് മക്കളെ നൽകണമേ എന്ന പ്രാർത്ഥന. എന്നിട്ട് അത് ലഭിക്കാതെ വരുമ്പോൾ കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥന മാറ്റുകയാണ്. മറ്റുള്ളവർക്ക് 10-15 മക്കളൊക്കെ നൽകുന്നുണ്ട്. ദൈവമേ, ഞങ്ങൾക്ക് ഒരാളെയെങ്കിലും മതി എന്ന് പ്രാർത്ഥിക്കുന്ന എലിസബത്തും സക്രിയായും. എന്നിട്ടും ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പോലും കിട്ടാതെ വരുന്ന ഒരു അവസ്ഥ. വീണ്ടും കുറച്ചും കൂടി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത് ഇതാണ്: ദൈവമേ, നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടെങ്കിലും ഒരാളെയെങ്കിലും തരണമേ എന്ന് പ്രാർത്ഥിക്കുവാനായിട്ടിട വരുന്നു. നിനക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ടെങ്കിലും ഒരാളെയെങ്കിലും തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയും പ്രാർത്ഥന കേൾക്കാത്ത ഒരു അവസ്ഥ. അങ്ങനെ പ്രായമൊക്കെ ആയി അവർ പ്രാർത്ഥനകൾ ചിലപ്പോഴൊക്കെ പതുക്കെ ഇല്ലാതായി മാറിയിട്ടുണ്ടാകാം. എങ്കിലും അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്: ദൈവം ഈ ഒരു അനുഗ്രഹം നൽകാതിരുന്നിട്ടും അവർ ദൈവം നകന്നു പോയില്ല. അതാണ് അവരുടെ പ്രത്യേകത. അവർ ദൈവം നകന്നു പോയില്ല. ദൈവത്തിൻ്റെ നിയമങ്ങൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ അതേ വിധം അവർ അനുസരിക്കുന്നവരായിരുന്നു. സക്കറിയ നമുക്കറിയാം, പുരോഹിതനായിരുന്നു. പുരോഹിതൻ്റെതായ എല്ലാ ജോലികളും അവൻ വളരെ കൃത്യമായിട്ട് അവൻ നിർവഹിക്കുമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഇഷ്ടം. ഇനി മക്കളെ നൽകിയില്ലെങ്കിലും പ്രാർത്ഥന അവർ മാറ്റിയെടുക്കുകയാണ്.
മക്കളെ ഞങ്ങൾക്ക് നൽകിയില്ലെങ്കിലും ഞങ്ങൾ നിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്ന് പറയുന്ന സക്രിയായും എലിസബത്തും ഒരു മനോഹരമായ മാതാപിതാക്കൾ, സുന്ദരമായ മാതാപിതാക്കൾ, ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോകാതെ അവർ ദൈവത്തിൻ്റെ വഴിയിലൂടെ മാത്രം സഞ്ചരിക്കുന്ന നല്ല മാതാപിതാക്കൾ. അപ്പോൾ ഇതാണ് ഇവരുടെ പ്രത്യേകത. മക്കളെ നൽകിയില്ലെങ്കിലും ഞങ്ങൾ നിന്റെ വഴിയിലൂടെ മാത്രമേ സഞ്ചരിക്കൂ എന്ന് പറയുന്ന ആ ദമ്പതിമാർ. പ്രിയമുള്ളവരെ, അവസാനം നമ്മൾ കാണുന്നുണ്ട് അവർക്ക് മക്കളെ ലഭിക്കുകയാണ്, മകനെ ലഭിക്കുകയാണ്. അപ്പോൾ ഒരു മനോഹരമായ സുന്ദരമായ ഒരു സമയത്താണ് സക്രിയയ്ക്ക് ഈ ഒരു ദർശനം ലഭിക്കുവാനായിട്ട് ഇടവരുക. അതെ, സക്രിയ തൻ്റെ ഉത്തരവാദിത്വം, പുരോഹിതൻ്റെതായ ഉത്തരവാദിത്വം, അത് ആ ദേവാലയത്തിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത്, പൂജ അല്ലെങ്കിൽ ധൂപാർപ്പണ സമയത്ത്, ആ മനോഹരമായ അൾത്താരയ്ക്ക് മുമ്പിൽ ആയിരിക്കുന്ന ആ സമയത്താണ് ദൈവദൂതൻ പ്രത്യക്ഷപ്പെടുവാനായിട്ട് ഇടവരുക. നിന്റെ ഭാര്യ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും എന്ന ആ മനോഹരമായ സന്ദേശം ഗബ്രിയേൽ ദൂതൻ അതേ സക്രിയയെ അറിയിക്കുവാനായിട്ട് ഇടവരുന്നു. അവന് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. എങ്കിലും അവൻ ആ ധൂപാർപ്പണമെല്ലാം കഴിഞ്ഞുകൊണ്ട് അവൻ തിരിച്ചു വരികയാണ്. അവന് സംസാരിക്കുവാനും സാധിക്കുന്നില്ല. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഇടത്തിൽ നിന്നാണ് അതേ ഈ ഒരു സന്ദേശം സക്രിയയ്ക്ക് ലഭിക്കുവാനായിട്ട് ഇടവരുക, ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥലത്ത് നിന്ന്. അതുപോലെ നമ്മൾ കാണുന്നുണ്ട് എലിസബത്ത് ഗർഭ അവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അതേ പരിശുദ്ധ കന്യാമറിയം അവളുടെ അരികിലേക്ക് കടന്നു വരികയും അവളുടെ ഉദരത്തിലുണ്ടായിരുന്ന ശിശു അവൻ കുതിച്ചു ചാടുവാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തിയായിട്ട് മാറുകയും ചെയ്യുകയാണ്. അപ്പൊ നോക്കുക, ഈ സ്നാപക യോഹന്നാനെ ദൈവം ഒരുക്കിയിട്ടുള്ള വഴി, മനോഹരമായ ശ്രേഷ്ഠമായ ഒരു വഴിയിലൂടെയാണ് ദൈവം ഈ സ്നാപക യോഹന്നാനെ ദൈവത്തിന് വഴിയൊരുക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ആ വ്യക്തിയെ ഒരുക്കിയിരിക്കുവാൻ. അങ്ങനെ പരിശുദ്ധാത്മാവിനാൽ നിറയുന്നു. അങ്ങനെ പിന്നീട് എലിസബത്ത് പ്രസവിക്കുന്നു. പ്രസവിച്ചതിന് ശേഷം നമ്മൾ കാണുന്നുണ്ട് പേരിടുവാനായിട്ട് പോകുന്ന സമയം. അപ്പോൾ പേരിടുന്ന സമയത്ത് അതേ മറ്റുള്ളവരൊക്കെ പേര് നൽകുന്നു, സക്രിയ എന്ന പേര് നൽകുവാനായിട്ട് ഇടവരുന്നു. അപ്പോൾ എലിസബത്ത് വ്യക്തമാക്കി പറയുകയാണ് സക്രിയ എന്നല്ല, യോഹന്നാൻ എന്ന് അവന് പേര് നൽകണം. അപ്പോൾ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, ദൈവത്തിൻ്റെ സമ്മാനം. അതെ, ദൈവത്തിൻ്റെ സമ്മാനമാണ് ഈ മകൻ. ഞങ്ങളുടെ ഈ മകൻ ദൈവം നൽകിയ സമ്മാനമാണ്. ഞങ്ങളുടെ ശാരീരികമായ നേട്ടങ്ങൾ കൊണ്ടുണ്ടായതല്ല, മറിച്ച് ദൈവം നൽകിയ സമ്മാനമെന്ന് അവർ തിരിച്ചറിയുകയാണ്. യോഹന്നാൻ എന്ന പേര് അവന് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നതാണ്, യോഹന്നാൻ ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന് അവനെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള മനോഹരമായ സുന്ദരമായ ഒരു പേര് സ്നാപക യോഹന്നാന് മാതാപിതാക്കൾ നൽകുകയാണ്. അതുപോലെ നമ്മൾ ഇന്ന് സുവിശേഷത്തിൽ കണ്ട വേറൊരു ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, സക്രിയയുടെ സ്തോത്ര പ്രവചനഗീതം. അപ്പോൾ ഈ സക്രിയ ചെയ്ത കാര്യം ഇതാണ്. ഈ യോഹന്നാൻ ശിശുവായിരുന്ന സമയത്ത്, അതായത് പേരിടുന്ന സമയത്ത് വലിയ അത്ഭുതമുണ്ടാകുന്നുണ്ട്. സക്രിയയുടെ ഊമനായിരുന്ന സക്രിയയ്ക്ക് സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നു. അതിനുശേഷം ഈ സക്രിയ അതേ മനോഹരമായിട്ട് കൈകളിലെടുത്തുകൊണ്ട് ഈ യോഹന്നാനെ, തൻ്റെ മകനെ കൈകളിലെടുത്തുകൊണ്ട് ഒരു മനോഹരമായ താരാട്ട് പാടുകയാണ് ചെയ്യുക. അപ്പോൾ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് ഈ തൻ്റെ മകനെ അദ്ദേഹം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്, നീ ദൈവത്തിന് വഴിയൊരുക്കുവാനുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നു. അപ്പം നമുക്കറിയാം, വേണമെങ്കിൽ ഈ സക്രിയയ്ക്കും എലിസബത്തിനും ചിന്തിക്കാമായിരുന്നു, ഇവൻ ഞങ്ങളുടെ കാര്യങ്ങൾക്ക് ഞങ്ങൾ പ്രായമായി ഞങ്ങൾ നോക്കുവാനുള്ളത് ഇവനാണ്, ഇനി ഇവനെ എങ്ങും വിടണ്ട എന്നൊക്കെ ഇവർക്ക് ചിന്തിക്കാമായിരുന്നു. ചിന്തിച്ചില്ല. ദൈവം ഭരമേൽപ്പിച്ചിരിക്കുന്ന ദൗത്യം, അതേ നീതിമാന്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴികളിലൂടെ ഇവർ സഞ്ചരിച്ചപ്പോൾ ആ ദൗത്യത്തിന് വേണ്ടി ഒരുക്കുകയാണ്, തൻ്റെ മകനെ ഒരുക്കുകയാണ് ഈ സക്രിയ ചെയ്യുക. നീ ദൈവത്തിന് വഴിയൊരുക്കുവാനുള്ളവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഒരുക്കുന്നു, താരാട്ട് പാടുന്നു,
കരങ്ങളെടുത്തുകൊണ്ട് താരാട്ട് പാടിക്കൊണ്ട് അവനെ ഒരുക്കുന്ന ഒരു സക്രിയയെ നമ്മൾ കാണുന്നു. അപ്പോൾ ഈ നല്ല മാതാപിതാക്കൾ, ഒന്ന് യോഹന്നാൻ എന്ന് പേര് നൽകുന്നു, ദൈവത്തിൻ്റെ സമ്മാനമാണ്. രണ്ടാമത് അവനെ താരാട്ട് പാട്ടിക്കൊണ്ട് അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ ദൈവത്തിൻ്റെ മകനാണ്, ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ളവനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കരങ്ങളിലെടുത്തുകൊണ്ട് അവനോട് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുക. അപ്പോൾ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന്നാൻ. അവൻ വലുതായി കഴിഞ്ഞപ്പോൾ അവൻ്റെ ജീവിത രീതി നമുക്ക് നല്ല പോലെ അറിയാം. അപ്പോൾ ഇതാണ് ഈ മാതാപിതാക്കൾ ഇവനെ ഒരുക്കി വിടുകയാണ്, മനോഹരമായി ഒരുക്കി വിടുന്ന മാതാപിതാക്കൾ. അതിനുശേഷം ചിലപ്പോഴൊക്കെ മാതാപിതാക്കൾ മരണമടഞ്ഞു പോയിട്ടുണ്ടാകാം. ഇനി സ്നാപയോഹന്നാൻ പിന്നീട് അവൻ മരുഭൂമിയിൽ അവന് ക്രിസ്തുവിനെ കണ്ടിട്ടില്ല, ക്രിസ്തുവിനെ വഴിയൊരുക്കുവാൻ ആരാണ് എന്നറിയില്ല, എങ്കിലും അവൻ ഒരുങ്ങുകയാണ്. മരുഭൂമിയിൽ ചെന്ന് അവൻ പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് സംസാരിക്കുന്നു. അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് സ്നാപയോഹന്നാൻ ഈ ജനങ്ങളെ, യഹൂദ ജനത്തെ അവൻ ഒരുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അത് അവൻ്റെ പ്രാർത്ഥനയുമൊക്കെ കഴിഞ്ഞപ്പോൾ യൂദയയിലേക്ക് അവൻ കടന്നു വരുന്നു. അങ്ങനെ ആ ഇസ്രായേൽ ജനത്തോട് ക്രിസ്തുവിനെ കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് പ്രഘോഷിക്കുകയാണ്. മാനസാന്തരപ്പെടുവിനെന്ന് പറഞ്ഞുകൊണ്ട് പ്രഘോഷിക്കുന്ന ഒരു സ്നാപക യോഹന്നാനെ നമ്മൾ കാണുകയാണ്. അതുപോലെ മനോഹരമായ പ്രസംഗങ്ങളാണ്. അവൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ടുകൊണ്ട് അത് ഒരുപാട് പേര് അവൻ്റെ അരികിലേക്ക് കടന്നു വരികയും, എന്തിന് തിന്മൽ പ്രവർത്തിച്ചവര് ഒക്കെ അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അവൻ്റെ അരികിലേക്ക് കടന്നു വരികയും അങ്ങനെ അവർക്ക് സ്നാനം നൽകുകയും ചെയ്യുന്ന ഒരു സ്നാപക യോഹന്നാനെ നമ്മൾ കണ്ടുമുട്ടുവാനായിട്ട് ഇടവരുന്നു. ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യഹൂദ പ്രമാണിമാരും അതുപോലെ തന്നെ പട്ടാളക്കാരുമൊക്കെ കടന്നു വരികയാണ്. അപ്പോൾ യഹൂദ പ്രമാണിമാരോട് പറയുന്നത് ഇപ്രകാരമാണ്, 2 ഉടുപ്പുള്ളവൻ 1 മറ്റുള്ളവർക്ക് ഇല്ലാത്തൊരു കൊടുക്കട്ടെ എന്നൊക്കെ പറയുന്ന ഒരു സ്നാപയോഹന്നാനെ നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പടയാളികളെ വരുമ്പോൾ അവരോട് പറയുക പ്രകാരമാണ്, നിങ്ങൾ ആരെയും ഭീഷണിപ്പെടുത്തരുത്, ആരൊന്നും തട്ടിപ്പറിച്ചൊന്നും എടുക്കരുത് എന്നൊക്കെ അങ്ങനെ പറയുന്ന ഒരു സ്നാപയോഹന്നാൻ. അപ്പോൾ മറ്റുള്ളവരെ ദൈവത്തിൻ്റെ ആ വഴിയിലേക്ക് നയിക്കുകയാണ്. ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ തരത്തിൽ ആ ഇസ്രായേൽ ജനത്തെ ഒരുക്കുന്ന ഒരു സ്നാപക യോഹന്നാനെ നമ്മൾ കണ്ടുമുട്ടുവാനായിട്ട് ഇടവരുന്നു. പ്രിയമുള്ളവരെ, ഇനിയും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് സ്നാപക യോഹന്നാൻ്റെ ജീവിതം. അപ്പോൾ ഇത്രയും മാത്രം മനോഹരമായ പ്രസംഗങ്ങളും അതുപോലെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ മറ്റുള്ളവരൊക്കെ ചിന്തിച്ചു, ഇവനായിരിക്കുമോ ക്രിസ്തു എന്ന് ചിന്തിക്കുകയാണ്. ഇവനായിരിക്കുമോ ക്രിസ്തു? അപ്പോൾ അവൻ പറയുന്നത് ഇപ്രകാരമാണ്, ഞാൻ ക്രിസ്തുവല്ല എന്ന് തന്നെയാണ് സ്നാപയോഹന്നാൻ അവരുടെ മുമ്പിൽ ഉറക്കെ പ്രഖ്യാപിക്കുക. ഞാൻ ക്രിസ്തുവല്ല, ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വേണ്ടി വന്നവൻ മാത്രം എന്ന് പറയുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവനെ ക്രിസ്തുവാണ് എന്ന് പരിഗണിച്ചുകൊണ്ട് അവനെ ഉയർത്തുവാനായിട്ട് ശ്രമിച്ചപ്പോൾ അവന് വേണമെങ്കിൽ അങ്ങനെ ചിന്തിക്കാമായിരുന്നു, ഞാൻ ക്രിസ്തുവാണ് എന്നൊക്കെ പറയാമായിരുന്നു. മറിച്ച് അവൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ ക്രിസ്തുവല്ല, മറിച്ച് ഞാനൊരു ശബ്ദം മാത്രമാണ്, ഞാനൊരു ശബ്ദം. അതും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം. അപ്പം മരുഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരുമില്ലാത്ത ഇടമാണ്. ആ മരുഭൂമിയിൽ ആരുമില്ലാത്ത ഇടത്തിൽ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദം മാത്രമാണ് ഞാൻ. അതായത് എൻ്റെ ശബ്ദമല്ല നിങ്ങൾ കേൾക്കേണ്ടത്, മറിച്ച് എൻ്റെ പിന്നാലെ വരുന്നവൻ ക്രിസ്തുവിൻ്റെ, അവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കേണ്ടത് എന്ന് പറയുന്ന സ്നാപക യോഹന്നാൻ. അപ്പോൾ ഈ മാതാപിതാക്കളുടെ മനോഹരമായ സുന്ദരമായ പ്രകൃതം, മാതാപിതാക്കൾ ചെറുപ്പത്തിലെ ശിശുവായിരുന്ന സമയത്ത് അവന് ഒരുക്കിയ താരാട്ട് പാടിയ ആ സക്രിയ, അതേപോലെ തന്നെ ആ താരാട്ട് പാടിയത് കൊണ്ട് ഇന്ന് ഇതാ ആ ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ക്രിസ്തുവിൻ്റെ അരികിലേക്ക് നയിക്കുന്ന ഒരു സ്നാപക യോഹന്നാൻ. അപ്പോൾ ഇതാണ് യഥാർത്ഥത്തിലുള്ള വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത്. ഇതാണ്, നിങ്ങൾ എൻ്റെ ശബ്ദമല്ല കേൾക്കേണ്ടത്. അവൻ്റെ രൂപവും ഭാവവും ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും ചിന്തിച്ചു, ഇവൻ തന്നെയായിരിക്കും ക്രിസ്തു എന്ന് ചിന്തിച്ചു. അവൻ വ്യക്തമാക്കി പറയുകയാണ്, ഞാനല്ല ക്രിസ്തു, ക്രിസ്തു എൻ്റെ പിന്നാലെ വരുന്നുണ്ട്. നിങ്ങൾ അവൻ്റെ ശബ്ദമാണ് കേൾക്കേണ്ടത്, എൻ്റെ ശബ്ദമല്ല, അവൻ്റെ ശബ്ദം കേൾക്കണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുക.
മാത്രമല്ല നമ്മൾ കാണുന്നുണ്ട് ഈ സ്നാപക യോഹന്നാൻ വീണ്ടും പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നതാണ്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അപ്പൊ ക്രിസ്തുവിന്റെ, വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാനായിട്ട് നിങ്ങൾ തയ്യാറാകണം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നമുക്ക് ദൈവത്തെ വെളിപ്പെടുത്തണമെങ്കിൽ സ്നാപക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന വലിയൊരു കാര്യം ഇതാണ്. ക്രിസ്തുവിന്റെ ശബ്ദം, മറ്റുള്ളവരുടെ ശബ്ദമല്ല, മറിച്ച് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കാൻ തരത്തിൽ ഞാനും നിങ്ങളും ഒരുങ്ങണമെന്നാണ് പറയുക. എങ്കിൽ മാത്രമാണ് ക്രിസ്തുവിനെ ഈ സ്നാപക യോഹന്നാൻ വെളിപ്പെടുത്തിയതുപോലെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ രണ്ടാമതായിട്ട് പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത്, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. അതായത് ഇപ്രകാരമാണ് സ്നാപക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുക, ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കണമെങ്കിൽ ഞാൻ എന്ന് പറയുന്ന മനോഭാവം അത് ഇല്ലായ്മ ചെയ്യണം, അത് കുറയണം. ഞാൻ എന്ന് പറയുന്ന ആ ഈഗോ മനോഭാവം കുറഞ്ഞാൽ മാത്രമാണ് ക്രിസ്തുവിന്റെ ശബ്ദം കേൾക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതോടൊപ്പം തന്നെ എൻ്റെ ഉള്ളിലെ ആ ക്രിസ്തുവിനെ വളർത്തണം. ക്രിസ്തുവിനെ വളർത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ പ്രകൃതങ്ങളെ, ക്രിസ്തുവിൻ്റെ ആ മനോഭാവത്തെയൊക്കെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് തുടങ്ങുമ്പോൾ മാത്രമാണ് പ്രിയമുള്ളവരെ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ, വെളിപ്പെടുത്തി കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിൻ്റെ ശബ്ദം കേൾക്കണമെങ്കിൽ വചനം വായിക്കേണ്ടതുണ്ട്, ആ വചനം മനനം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മനനം ചെയ്യുമ്പോൾ മാത്രമാണ് അത് നമ്മളിലുള്ള ഞാനെന്ന് പറയുന്ന ആ മനോഭാവം പതുക്കെ പതുക്കെ ഇല്ലാതായി മാറുവാനൊക്കെ ആയിട്ട് ഇടവരുക. അപ്പോൾ ഈ ഒരു ചിന്ത നമുക്കൊന്ന് വളർത്തിയെടുക്കാനും കൂടി ആയിട്ട് പരിശ്രമിക്കാം. ഇന്ന് മുതൽ ഞാനും നിങ്ങളുമാണ് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടത്. ഈ ഒരു ഉത്തരവാദിത്വമാണ് സഭ എന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുക. അതിന് തയ്യാറാകണമെങ്കിൽ നമുക്ക് സ്നാപക യോഹന്നാൻ്റെ വഴികൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്, തിരിച്ചറിയേണ്ടതുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമ്മൾ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെളിപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു യഥാർത്ഥമായ വെളിപ്പെടുത്തൽ നമ്മുടെ ജീവിതത്തിലുണ്ടോ, നമ്മൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ ഈ ധ്യാന കേന്ദ്രത്തിലേക്കൊക്കെ വരുന്നതിൻ്റെ ചിലപ്പോഴൊക്കെ ലക്ഷ്യം ഇത് മാത്രമല്ല, ദേവാലയത്തിലേക്ക് പോകുമ്പോഴും നമ്മുടെ പ്രാർത്ഥനയുമൊക്കെ ലക്ഷ്യം പലപ്പോഴും ചില ഭൗതികമായ നേട്ടങ്ങൾ അത് മാത്രമായിട്ട് മാറുകയാണ്. ചില ഭൗതികമായ നേട്ടങ്ങൾ, രോഗമുണ്ടെങ്കിൽ രോഗം മാറണം, വീട് വയ്ക്കണം, വിദേശത്ത് പോകണം, അതൊക്കെ ആവശ്യമാണ്. ഇതിൽ മാത്രം കുടുങ്ങിക്കെടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ്. ഇതിൽ മാത്രം കുടുങ്ങിക്കെടുക്കുന്ന വ്യക്തികൾ. അപ്പോൾ വേറെ തരത്തിൽ പറയുകയാണെങ്കിൽ പള്ളിത്തിരുനാൾ, നമുക്കറിയാം പള്ളിത്തിരുനാളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതാണ്. ഒരു വലിയ ലക്ഷ്യത്തോടുകൂടിയാണ് പള്ളിത്തിരുനാളുകൾ ആരംഭിച്ചിരിക്കുക. വിശുദ്ധരെ അവരെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ വേണ്ടിയിട്ടൊക്കെയാണ് പള്ളിത്തിരുനാളുകൾ തുടങ്ങിയിട്ടുള്ളത്. എന്നാൽ അതിൻ്റെ ആ ചൈതന്യമൊക്കെ നഷ്ടപ്പെടുത്തി ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നതാണ്, പള്ളി തിരുനാളുകൾ വരുമ്പോൾ അവിടെ വരുന്ന കച്ചവടക്കാർ, ചിലപ്പോൾ കാറുകളായിരിക്കാം, കളിക്കോപ്പുകളായിരിക്കാം, ഇതൊക്കെ വാങ്ങിക്കുവാനായിട്ട് പോകുന്നു. അതുകൊണ്ട് തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ. മാത്രമല്ല ചിലപ്പോൾ വെടിക്കെട്ടായിരിക്കാം, അല്ലെങ്കിൽ ഗാനമേള, നാടകം, ഇതിൻ്റെയൊക്കെ പിന്നാലെ ഇതിനൊക്കെയാണ് നമ്മളെ ശ്രദ്ധ എന്ന് പറയുന്നത്. ഇതിലേക്കൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ആ ലക്ഷ്യം എന്ന് പറയുന്നത്, യഥാർത്ഥമായ ലക്ഷ്യം വിശുദ്ധരെ അറിഞ്ഞ് ആ വിശുദ്ധൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ തുടങ്ങിയ പള്ളിത്തിരുനാളുകൾ ഇന്ന് നമ്മൾ അതിനെ ആ ഒരു ലക്ഷ്യം മാത്രമല്ല, മറിച്ച് കളിപ്പാട്ടങ്ങൾ വാങ്ങി പോകുന്ന ഒരു അവസ്ഥ. അപ്പോൾ കളിപ്പാട്ടങ്ങൾ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, കളിപ്പാട്ടങ്ങൾ ചിലപ്പോൾ വീട്ടിലെത്തുമ്പോഴേക്കും അത് നശിച്ചു പോകുവാനായിട്ട് ഇടവരുന്നു. അല്ലെങ്കിൽ 2 ദിവസം, ഒരാഴ്ച, 2 ആഴ്ച മാത്രം ഉള്ള കളിപ്പാട്ടങ്ങൾ അങ്ങനെയായിട്ട് മാറുകയാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന ഇതുപോലെ ഒരു ഭൗതികമായ പ്രാർത്ഥനകൾ മാത്രമായി, ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. അത് ലഭിച്ചു കഴിഞ്ഞാൽ അതെ, ഈ കളിപ്പാട്ടങ്ങൾ തകർന്നു പോകുന്നത് പോലെ നമ്മുടെ ജീവിതം വീണ്ടും ഇല്ലാതായി മാറുന്നു, തകർന്നു പോകുവാനായിട്ട് ഇടവരുന്നു. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി ആവശ്യപ്പെടുന്ന ഒന്നല്ല ധ്യാനം. അതിൻ്റെ അപ്പുറത്ത് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, അതാണ് സ്നാപക യോഹന്നാൻ ചെയ്തതാണ്.
അവൻ മരുഭൂമിയിലേക്ക് പോയത് ദൈവത്തെ മനസ്സിലാക്കുവാൻ, ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാൻ, ദൈവത്തെ തിരിച്ചറിയണം. അവൻ്റെ വഴികൾ തിരിച്ചറിയുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാത്രമാണ് ദൈവത്തെ ചൂണ്ടിക്കാണിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അതിനുവേണ്ടിയാണ് ഒരു ജീവിതം അവൻ ഒഴിഞ്ഞു വെച്ചത്. ദൈവത്തെ വെളിപ്പെടുത്തുവാൻ തരത്തിൽ ഞാൻ ഒരുങ്ങേണ്ടതുണ്ട് എന്ന ഒരു ചിന്ത. അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഈ വെറും കളിപ്പാട്ടത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്നവരായി മാറാതെ നമുക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്വമുണ്ട്, ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കുക എന്നുള്ള ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കാതെ ഈ കളിപ്പാട്ടങ്ങൾ പിന്നാലെ പോയി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, സന്തോഷം, ഞാനും നിങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ആ സന്തോഷം ലഭിച്ചെന്ന് വരികയില്ല. പിന്നീട് അത് ചിലപ്പോൾ ദുഃഖമായിട്ട് മാറും. കളിപ്പാട്ടം നാശമായി കഴിഞ്ഞാൽ കുട്ടിക്ക് അത് വേദനയായിട്ട് മാറുന്നു, അത് ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ മക്കളിൽ പ്രത്യേകിച്ച് നമുക്കൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതാണ്. മക്കളെ എങ്ങനെയും പഠിപ്പിക്കുവാനായിട്ട് പരീക്ഷയിൽ നല്ലപോലെ ഉന്നത വിജയം നേടണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്, വിദേശത്ത് പോകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, ജോലി നല്ലത് ലഭിക്കണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ മുട്ടുകുത്തിയും ത്യാഗം ചെയ്തൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അവർ അതൊക്കെ നേടിക്കഴിയുമ്പോൾ അവരുടേതായ വഴിയിലൂടെ പോകുന്നു. നമ്മൾ പ്രാർത്ഥിച്ചതൊക്കെ വെറുതെയായി മാറുന്നു, ഒരു ഗുണം കിട്ടാൻ പോകുന്നില്ല. ഇതാണ് ഇന്ന് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ മാതാപിതാക്കളെ, സ്നാപയോഗ്യന്റെ മാതാപിതാക്കൾ നമ്മോട് പറയുന്ന കാര്യം എന്ന് പറയുന്നതാണ്, അതേ മക്കളെ താരാട്ട് പാടണം. താരാട്ട് പാടി പഠിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. സിനിമ പാട്ടല്ല, മറിച്ച് ക്രിസ്തുവിനെ കുറിച്ച്, നീ ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ സമ്മാനമാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ സമ്മാനമാണ്, ആ കാര്യം നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ, ഞാൻ ചോദിച്ചുകൊണ്ടല്ല ഈ ലോകത്തിൽ ജന്മം നൽകിയത്, നിങ്ങളും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചോദിച്ചിട്ടല്ല ജന്മം നൽകിയത്, ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്ന മക്കളും കൊച്ചുമക്കളൊക്കെ ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഈ ഒരു സമ്മാനം അത് ഓർമ്മപ്പെടുത്തുക എന്ന വലിയൊരു ഉത്തരവാദിത്വം. അവരെത്ര വളർന്നാലും, മോനെ നീ, മകളെ നീ ദൈവത്തിൻ്റെ സമ്മാനമാണ്, ദൈവമാണ് നിനക്ക് ജന്മം നൽകിയത് എന്ന് പറയുവാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വചനം പറഞ്ഞുകൊണ്ട് അവനെ താരാട്ട് അല്ലെങ്കിൽ അവളെ താരാട്ട് പാടി വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഉത്തരവാദിത്വം, അതൊന്നും നമ്മൾ ചെയ്യാതെ അവന് ഇത് കിട്ടണം അത് കിട്ടണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ പ്രിയമുള്ളവരെ, അതും മേടിച്ചുകൊണ്ട് അവൻ അവൻ്റെ വഴിയിലേക്ക് പോകും, അല്ലെങ്കിൽ അവൾ അവളുടെ വഴിയിലേക്ക് പോകും. നമ്മൾ വീണ്ടും ദുഃഖിതരും പീഡിതരും ഒക്കെ ആയിട്ട് മാറുവാനായിട്ട് ഇടവരുന്നു. ഇതാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നത്തെ ഈ ആധുനിക തലമുറയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നുണ്ട്, എവിടെയും പീഡനങ്ങളും വേദനകളും ഒക്കെയാണ് നമ്മൾ കണ്ടുമുട്ടുവാനൊക്കെ ഇട വരിക. അങ്ങനെയുള്ള ഒരു ലോകത്ത് നിന്ന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാകണമെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങളുടെ മക്കള് അതേ ദൈവവിശ്വാസത്തിൽ വളർന്നു വരേണ്ടതുണ്ട്, ദൈവത്തെ അറിഞ്ഞ് വളരേണ്ടതുണ്ട്. അപ്പൊ അതിനുള്ള ഒരു സാധ്യത നിങ്ങൾ കൊടുക്കാത്തോളം കാലം ദൈവത്തെ കുറിച്ച് പഠിപ്പിക്കുവാനായിട്ട്, പറഞ്ഞു കൊടുക്കുവാനായിട്ട്, ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ അത് കിട്ടും ഇത് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ആയില്ല. മറിച്ച് ദൈവം ആരാണ്, ദൈവം എന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അവനെ സ്നേഹിക്കാൻ പഠിപ്പിക്കേണ്ടതുണ്ട്, അവന് വേണ്ടി ജീവിക്കുവാനായിട്ട് പഠിപ്പിക്കേണ്ടതുണ്ട്. അവനിന്ന് ഇത് കിട്ടും, അവൻ നിന്നെ സ്നേഹിക്കുമെന്നല്ല പറയേണ്ടത്, മറിച്ച് അപ്പുറത്ത് അവനെ സ്നേഹിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ, അവനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുവാനായിട്ട് പഠിപ്പിക്കുമ്പോൾ, അതാണ് യഥാർത്ഥമായ, നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നല്ലപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു കാര്യം കൂടിയുമുണ്ട്. അല്ലാത്തടത്തോളം കാലം നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് വെറുതെ പറയുകയാണ്, നുണ പറയുകയാണ് ചെയ്യുക. കുറേ കാര്യങ്ങൾ നേടിയെടുത്ത് കൊടുത്തുകൊണ്ട് നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നില്ല. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം അത് അനുഭവിച്ചാൽ മാത്രമാണ് മക്കള് നല്ല സ്നേഹമുള്ള, യഥാർത്ഥമായ സ്നേഹമുള്ളവരായിട്ട് മാറുക. അപ്പോൾ ദൈവത്തെ കൊടുക്കുക. പ്രിയമുള്ള മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ ആർക്കായാലും കൂടെയുണ്ടെങ്കിൽ ദൈവത്തെ കൊടുക്കുന്ന മാതാപിതാക്കളായിട്ട് മാറുക. സക്രിയായും എലിസബത്തിനെയും പോലെ ദൈവം അവരെ ഏൽപ്പിച്ച ഉത്തരവാദിത്വമാണ് ആ മകനെ വളർത്തുക, ദൈവത്തിൻ്റെ വഴിയൊരുക്കുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും ദൈവം വലിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്.
ആ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയാതെ നിങ്ങളുടെ സ്വാർത്ഥമായ ഉത്തരവാദിത്തങ്ങളിലൂടെ നിങ്ങൾ അവരെ വളർത്തുമ്പോൾ, പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് തന്നെ ആ ദുഃഖങ്ങൾ, നിങ്ങൾക്ക് തന്നെയാണ് വേദന ഉണ്ടാകുക. അപ്പോൾ അവനെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വഴികളിലൂടെ നടത്തുവാനായിട്ട്, സഞ്ചരിക്കുവാനായിട്ട് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം അത് തിരിച്ചറിയണം. എന്നിട്ട് ആ വഴിയിലൂടെ നടത്തുന്ന മാതാപിതാക്കളെ, ഇതാണ് യഥാർത്ഥമായ മാതാപിതാക്കൾ, ഇതാണ് മക്കളെ സ്നേഹിക്കുന്ന മാതാപിതാക്കൾ എന്ന് പറയുന്നതാണ്. അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും പഠിപ്പിക്കേണ്ടതുണ്ട്. വേദനിക്കുന്നവരെ സ്നേഹിക്കുവാൻ പ്രിയമുള്ള മാതാപിതാക്കൾ, നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു പരാജയമാണ്. നിങ്ങൾ പ്രാർത്ഥന ശൂന്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇന്ന് മുതൽ ഈ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എൻ്റെ മക്കളെ നേർവഴിയിലൂടെ, ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ, അതിലേക്ക് വളർത്തുവാൻ വേണ്ട വലിയ കൃപ, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നവരായിട്ട് മാറുക. അപ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട്, അത് മനോഹരമായിട്ട് മാറുവാനൊക്കെ ഇടവരുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്താരീതികളെ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ, അത് ദൈവം ഒരുപാട് നന്മകളാണ്, ഒരുപാട് കൃപകളാണ് ഒഴുക്കുന്ന വലിയ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ദൈവം തരാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ അതിനുവേണ്ടി ആഗ്രഹിക്കുന്നില്ല. ആ ദൈവത്തിൻ്റെ വലിയ ചൈതന്യം, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.